ശബരിമലയിലെ സ്വർണ്ണക്കടത്തിനെ പറ്റി ഹൈക്കോടതിയുടെ ചില നിരീക്ഷണങ്ങളുണ്ടായിരുന്നു. അതിനിപ്പം ബലമേകുന്നു എന്നാണ് വരുന്നത്. ഒറിജിനൽ ദ്വാരപാലക ശില്പത്തിലെ പാളികളും കട്ടിലപ്പള്ളിയിലെ പാളികളും അവിടെ നിന്ന് കടത്തി പകരം ഡ്യൂപ്ലിക്കേറ്റ് സാധനം വെച്ചു എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത്. അതിൻ്റെ കാരണം, തുടക്കത്തിൽ ഹൈക്കോടതി സുഭാഷ് കപൂർ എന്ന കള്ളക്കടത്തുകാരൻ്റെ ഇന്ത്യയിലെ പുരാതനമായ പല ബിംബങ്ങളും ആർട്ടുകളും അമേരിക്കയിൽ കൊണ്ട് വിറ്റ സുഭാഷ് കപൂറിൻ്റെ കാര്യം ഹൈക്കോടതി പറഞ്ഞു. അതേ രീതിയിൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ ഇന്ത്യക്ക് വെളിയിലേക്ക് കടത്തിയോ എന്ന് ഹൈക്കോടതിക്ക് സംശയം. ആ സംശയത്തിന് ഇപ്പം ബലം കൂടി വരുന്നു. കാരണം SITയുടെ അന്വേഷണം ആ വഴിക്ക് നീങ്ങുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. ഹൈദരാബാദിലേക്ക് SIT സംഘം ഇപ്പം അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ, ഒറിജിനൽ പാളികൾ വിദേശങ്ങളിൽ കടത്തി വിറ്റാൽ വളരെ വളരെ വലിയ തുകകൾ, കോടിക്കണക്കിന് രൂപകൾ അതിന് വിലയുണ്ട്. ലോകം മുഴുവൻ അറിയാം ശബരിമലയിലെ ഈ ദേവൻ്റെ പ്രതിഷ്ഠയും അത് ചുറ്റിയിരിക്കുന്ന സ്വർണ്ണ പാളികളുമൊക്കെ. അതുകൊണ്ട് ആ ഒറിജിനൽ സാധനം പോയാൽ കോടിക്കണക്കിന് രൂപയുടെ വില അതിനുണ്ടെന്ന് ഈ കടത്തിയവർക്കറിയാം. അത് കടൽ കടന്നോ എന്ന് എനിക്ക് സംശയം വരുന്നു. കാരണം ഹൈദരാബാദിലേക്ക് വീണ്ടും SIT ടീം നീങ്ങിയിരിക്കുകയാണ്. ഹൈക്കോടതി നിരീക്ഷണം ബലപ്പെടുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. സുഭാഷ് കപൂറിൻ്റെ കഥ അതുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞത്. ദ്വാരപാലക ശില്പത്തിൻ്റെ ഒറിജിനൽ പാളിയും അതോടൊപ്പം തന്നെ കട്ടിലപ്പടിയിലെ ഒറിജിനൽ പാളിയും അത് അടിച്ചു മാറ്റിയിട്ട് അതിന് പകരം കൊണ്ടുവന്ന് വെച്ചത് ആ ഒറിജിനൽ സാധനം തന്നെയാണ് എന്നൊരു ധാരണ പരത്താൻ വേണ്ടി വലിയ പബ്ലിസിറ്റി കൊടുത്തത് നമ്മൾ കണ്ടു. അത് വീണ്ടും പൊതിയുന്നതൊക്കെ കണ്ടു. നമ്മൾ ചാനലിൽ കൂടെയും യൂട്യൂബിൽ കൂടെയൊക്കെ കണ്ടു. കാരണം അതൊരു വിശ്വാസ്യത ഇവിടെ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവന് വലിയ പബ്ലിസിറ്റി കൊടുത്ത് അത് പൊതിയുന്നത് കാണിച്ചത്. കാരണം അതിന് ദേവസ്വം ബോർഡിനൊന്നും പങ്കില്ല, അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ. ഇപ്പോഴത്തെ പ്രസിഡന്റ് സമയത്താണ്, ഈ 1 മാസം മുമ്പാണ് ആ സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. എന്തായാലും ഹൈക്കോടതി സംശയിച്ച പോലെ ഇന്ത്യയിൽ നിന്ന് ഒറിജിനൽ സാധനങ്ങൾ കടത്തിക്കൊണ്ട് പോയി എന്ന് തന്നെ വേണം കരുതാൻ. നവംബർ 5-ാം തീയതി ഈ വർഷം ഇടക്കാല ഉത്തരവിലെ ഹൈക്കോടതി ദാരുശില്പങ്ങൾ കടൽ കടന്നോ എന്നൊരു സംശയത്തിൻ്റെ രീതിയിൽ ആദ്യത്തെ ഒബ്സർവേഷനിൽ ഹൈക്കോടതി പറയുകയുണ്ടായി. ദ്വാരപാലക ശില്പത്തിലെ പാളികളുടെ വില എന്താണെന്ന് അത് മോഷ്ടിച്ചവർക്കും ദേവസ്വം ബോർഡിലെ ഭാരവാഹികൾക്കും അറിയാം. ആ ഒറിജിനൽ സാധനത്തിന് വലിയ വില മതിക്കുമെന്ന് അവർക്കറിയാം. അപ്പോൾ അവരൂടെ കൂട്ടുനിന്നു എന്നാണ് ഉറപ്പ് വരുന്നത്. സാധനം അവിടുന്ന് കടത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ആ ഒറിജിനൽ സാധനം തന്നെയാണോ അവിടെ ഇരിക്കുന്നത്, അത് ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണോ, അതാണ് ഇനി SIT നോക്കുന്നത്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ശബരിമലയിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ എല്ലാവരും അവരുടെ ദേവസ്വം ബോർഡ് അംഗങ്ങളും ഈ കള്ളക്കടത്തിന് കൂട്ടുനിന്നു എന്നുള്ള ഉറപ്പായി. തന്നെയുമല്ല, ഇപ്പം 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി, മൊരാരി ബാബു തുടങ്ങിയ 4 പേരെ, അവസാനം ബൈജു എന്ന ദേവസ്വം ബോർഡ് കമ്മീഷണറെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ 4 പേരെ അറസ്റ്റ് ചെയ്താൽ ആ കേസ് നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ഗോഡ് ഫാദേഴ്സ് വരണം. ശബരിമലയിൽ ഉള്ള അവിടെ യാതൊരു ജോലിയുമില്ലാത്ത, അവിടുത്തെ ഒരു ജോലിക്കാരനല്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ഈ സ്വർണം കടത്തിയെന്ന് പറഞ്ഞാൽ അത് കോടതി വരുമ്പം അതിന് ബലമില്ലാതെ വരും. കാരണം അവിടുത്തെ ഒരു അതോറിറ്റിയുടെ കീഴിലിരിക്കുന്ന സാധനം അവിടുന്ന് കടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് അന്നേ അവർ മോഷണം പോയെന്നോ അല്ല കടത്തിക്കൊണ്ട് പോയെന്നോ അവിടെ തീർച്ചയായിട്ടും പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം. അതിന് പകരം അത് സപ്രസ് ചെയ്ത് അതിനെ കൂട്ടുനിന്നു എന്ന് തന്നെ വരണമെങ്കിൽ ദേവസ്വം ബോർഡ് ആ കാലഘട്ടത്തിലുള്ള വാസു, അതുപോലെ പത്മകുമാർ, ഇപ്പോഴത്തെ പ്രസിഡന്റ്
ആ സമയത്ത് ഈ 2 പേര് ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അവരെ എല്ലാം തൂത്തുപിറക്കി അറസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ കേസിൻ്റെ മോഷണം അല്ലെങ്കിൽ 120B ഗൂഢാലോചന എല്ലാം നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനി SITക്ക് പിന്മാറാൻ എത്ര രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെങ്കിലും പിന്മാറാൻ കഴിയില്ല. ഹൈക്കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ച് കാര്യങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് തന്നെയല്ല, ഇപ്പോൾ ഹൈദരാബാദിലേക്ക് വീണ്ടും SIT ടീം തിരിച്ചിട്ടുണ്ട്. അത് ഈ ഒറിജിനൽ സാധനം എങ്ങോട്ട് പോയി എന്ന് ഉള്ള വസ്തുത കണ്ടെത്താൻ വേണ്ടി തന്നെയാണ്. അത് മറച്ചുവിറ്റോ, ഇന്ത്യയിൽ നിന്ന് പോയോ, കടൽ കടന്നോ, അതോ അത് മെൽറ്റ് ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം. അതിലേക്കാണ് അന്വേഷണ സംഘം നീങ്ങുന്നത്. ഹൈദരാബാദിൽ പോയതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. നല്ല പബ്ലിസിറ്റി കൊടുത്തിട്ടാണ് രണ്ടാമത് ഡ്യൂപ്ലിക്കേറ്റായ ദാരുപാലക ശില്പത്തിൻ്റെ പാളിയും അത് കട്ടളപ്പടിയിലെ ഒറിജിനൽ പാളി മാറ്റിയും പകരം കൊണ്ടുവന്ന പാളിയും അതവിടെ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങുകൾ വളരെ ലൈവായിട്ട് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും സംഘവും അത് പ്രദർശിപ്പിക്കുകയും ചെയ്തു. ചാനലിലെല്ലാം വാർത്ത വരികയും ചെയ്തു. അതിൻ്റെ ആവശ്യമെന്ത്? ഒറിജിനൽ സാധനം തന്നെയാണ് ഞങ്ങളിവിടെ കൊണ്ട് വീണ്ടും പതിപ്പിച്ചത് എന്ന ഒരു ധാരണ പൊതുജനങ്ങളുടെ ഇടയ്ക്കും അവിടുത്തെ ശബരിമല ഭക്തരുടെ ഇടയിലും ഒരു വിശ്വാസം കൊണ്ടുവരുന്നതിന് വേണ്ടി തന്നെ മനഃപൂർവ്വം ഈ കള്ളന്മാരത് ചെയ്തു എന്നേ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ഹൈക്കോടതി നിരീക്ഷണം 100% ശരിയെന്ന് പറയേണ്ടി വരും. കാരണം ഹൈക്കോടതി സംശയിച്ച പോലെ ഒറിജിനൽ സാധനങ്ങൾ അവിടുന്ന് അപ്രത്യക്ഷമായി എന്ന് ഇപ്പം ഉറപ്പായിരിക്കുന്നു. കാരണം SITക്ക് അവരുടെ അന്വേഷണത്തിൽ അത് തന്നെയാണ് വെളിപ്പെട്ടത്. അതനുസരിച്ച് അവർ കാര്യങ്ങൾ നീക്കുന്നതായിട്ടാണ് കാണുന്നത്.